തിരുമല ക്ഷേത്രം, കൊല്ലം. കേരളത്തിലുള്ള ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. കേരളത്തിൽ തെക്ക് കൊല്ലം വരെയായിരുന്നു പണ്ട് ഈ സമുദായം സ്ഥിരമായി പാർത്തു വന്നിരുന്നത്. പൂർവകാലത്ത് ഗോവയിൽ നിന്ന് അഭയാർത്ഥികളായി സഞ്ചരിച്ച് ഗൗഡസാരസ്വത ബ്രാഹ്മണരിൽ ഏതാണ്ട് 15 കുടുംബങ്ങൾ കൊല്ലത്ത് വന്ന് താമസം ആരംഭിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൈദിക കുടുംബം പൂജിച്ചു വന്നിരുന്ന ശ്രീ വെങ്കടാചലപതിയുടെ വിഗ്രഹമാണ് പിൽക്കാലത്ത് സ്ഥാപിച്ച് ഈ ക്ഷേത്രത്തിൽ മുഖ്യമായി പ്രതിഷ്ഠിച്ചത്. കൊച്ചി തിരുമല ദേവസ്വത്തിൻ്റെയും ആലപ്പുഴ തയ്യിൽ കുടുംബത്തിൻ്റെയും കൂടി ധനസഹായത്തിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. കൊല്ലം നഗരം വാണിജ്യപരമായും മറ്റു അഭിവൃദ്ധിപ്പെടുന്നതിന് സമുദായാംഗങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വെങ്കടാചലപതി മൂർത്തിയുടെ കാരുണ്യ കടാക്ഷമായിരുന്നു ഇതിന് കാരണം. വ്യാപാര ആവശ്യങ്ങൾക്കായി അന്യദേശത്തു നിന്ന് ധാരാളം സമുദായാംഗങ്ങൾ ഇവിടെ വന്ന് വാസമുറപ്പിച്ചു. അവർക്കൊക്കെ ഉണ്ടായ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് ക്ഷേത്രകാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചു. ക്ഷേത്ര ജീർണോദ്ധാരണം നടത്തുന്നതിനും ക്ഷേത്ര സംരക്ഷണത്തിന് ക്രമേണ വസ്തുവകകൾ വിട്ടുകൊടുക്കുന്നതിനും സ്ഥലത്തെ സമ്പന്ന കുടുംബങ്ങൾ തയ്യാറായി വന്നു. 1095 ഒരു വർത്തക പ്രമുഖനായിരുന്ന ദാസഖിനിയുടെ വകയായി ധ്വജപ്രതിഷ്ഠയും അതിനനുബന്ധിച്ച് 5 ദിവസത്തെ ഉത്സവവും കൊണ്ടാടുകയുണ്ടായി. കിഴക്ക് ദക്ഷിണമായുള്ള ക്ഷേത്രത്തിന് ഇപ്പോൾ പുതുതായി പണിത അലങ്കാര ഗോപുരം കാണാം. ഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വലിയ തുളസിത്തറയും ആനപ്പന്തലും കടന്ന് ധ്വജസ്തംഭവും കാണാം. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് മുമ്പിലായി സമുദായത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമസ്കാര മണ്ഡപം കാണാം. ഇവിടെയും പുറക്കാടും വേണുഗോപാല ക്ഷേത്രത്തിലും ഒഴിച്ചുള്ള സമുദായ ക്ഷേത്രങ്ങളിൽ നമസ്കാര മണ്ഡപം ഇല്ല. 3 സ്വർണ്ണ താഴികകുടത്തോടുകൂടി ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ കരിങ്കൽ കൊണ്ടാണ് പണിതിരിക്കുന്നത്. ദ്വാരപാലകരായ ജയവിജയന്മാരുടെ പ്രതിമ ആകർഷണീയമാണ്. അകത്ത് വെള്ളിയുടെ സിംഹാസനത്തിൽ മുകളിൽ വെങ്കടാചലപതിയുടെ സ്ഥാപന വിഗ്രഹം, ഇടത് ലക്ഷ്മീദേവിയും വലതുഭാഗത്ത് ഭൂമിദേവിയും ഉണ്ട്. അതിന് താഴെ ശ്രീഭൂസഹിതനായി വരദരാജമൂർത്തിയുടെ വിഗ്രഹം കാണാം. ശംഖുചക്രത്തോടുകൂടിയും ഇടതു കൈ അരക്കെട്ടിലും വലതു കൈ അഭയമുദ്രയോടുകൂടിയുമാണ് സാധാരണ വെങ്കടാചലപതിയുടെ ഭാവം. എന്നാൽ വരദരാജമൂർത്തി ശംഖുചക്രധാരിയും ഇടതു കൈയിൽ കൗമോദികി എന്ന ഗദയും വലതു കൈ വരദമുദ്രയിലും അതിൽ തന്നെ പദ്മവും ധരിച്ചിരിക്കുന്നു. അതോടൊപ്പം ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഭഗവാന്റെ തോളത്ത് എത്തിപ്പിടിച്ചു നിൽക്കുന്ന ഭാവത്തിൽ ഒരൊറ്റ പീഠത്തിലാണ് ഈ വിഗ്രഹം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വരദരാജസ്വാമിയാണ് ഇവിടുത്തെ ഉത്സവമൂർത്തി. അതിന് താഴെ 4 തൃക്കൈകളോട് നിൽക്കുന്ന ലക്ഷ്മീദേവിയുടെ ഉത്സവ വിഗ്രഹം. അതോടൊപ്പം പാർഷവന്മാരായി ഹനുമാനും ഗരുഡനും ഉണ്ട്. താഴെ സാലഗ്രാമങ്ങളും ദർശിക്കാം. കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. വായുകോണിൽ 4 തൃക്കൈകളോടുകൂടി താമരയിൽ ഇരിക്കുന്ന ഭാവത്തിൽ ലക്ഷ്മീദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വടക്ക് ദക്ഷിണമായി ഗോവിന്ദഗുരുസ്വാമിയുടെയും അദ്ദേഹം പൂജിച്ചു വന്നിരുന്ന ഹനുമാൻ പ്രതിഷ്ഠയുമുണ്ട്. പ്രദക്ഷിണം വെച്ച് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ആൽമരത്തിന് ചുവട്ടിൽ നാഗപ്രതിഷ്ഠയും കാണാം. വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദക്ഷിണമായി മഹാദേവന്റെ പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഒരു മലയാള ബ്രാഹ്മണൻ്റേതായിരുന്നു. ഈ സ്ഥലം സമുദായക്കാർക്ക് നൽകുമ്പോൾ താൻ പൂജിച്ചു വന്നിരുന്ന ശിവനെയും വേണ്ടുന്ന രീതിയിൽ ആരാധിക്കണം എന്നായിരുന്നു വ്യവസ്ഥ. ശിവക്ഷേത്രത്തിന് കിഴക്കുവശത്തായി കുലപ്പുരയും ആറാട്ടുകുളവും ഉണ്ട്. ചൈത്രമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ 8 ദിവസത്തെ മഹോത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തിൽ കളക്ട്രേറ്റിന് സമീപത്തായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.